തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം വൈകുന്നു. സാങ്കേതിക തകരാറിനെ തുടർന്ന് മുതലപ്പുഴയിൽ എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നറിയുന്നു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘന, ഗുഡ് മോർണിംഗ്. പറയൂ മേഘന. ഗുഡ് മോർണിംഗ് SKN. മുതലപ്പുഴക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവരുടെ പ്രതിസന്ധിക്ക്, അതായത് ഈ മണൽ അടിയുന്ന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ്. പക്ഷേ അതിതുവരെ ഉണ്ടാകുന്നില്ല. അത് കാലങ്ങളായി അവർ പ്രതിഷേധിക്കുന്നു, പക്ഷേ ഇപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും അധികൃതരുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് കൂടുതൽ ശേഷിയുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കും. മെയ് 15ഓടകം തന്നെ മണൽ നീക്കം പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ മെയ് 15-നകം മണൽ നീക്കം പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുതലപ്പുഴയിൽ ഇല്ല എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് പ്രവർത്തനം ഡ്രഡ്ജിംഗ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഡ്രഡ്ജർ എത്തുന്നത്. ശേഷം കാലാവസ്ഥ പ്രതിസന്ധിയിലാക്കുന്നു. പിന്നീട് 3 ബോട്ടുകളടക്കം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ഈ പൊഴി മുറിച്ചുണ്ടാക്കിയ പാതയിലൂടെ ചന്ദ്രഗിരി ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റുന്നത്. പക്ഷേ ഇപ്പോഴും അതിന് ഡ്രഡ്ജിംഗ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായും ഒരു കാരണമായി പറയുന്നത് സാങ്കേതിക തകരാർ, അതിൽ ഹൈഡ്രോളിക് പൈപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് തകരാറുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ തൊഴിലാളികളടക്കം പ്രതികരിക്കുകയും ചെയ്യുന്നത് അവർ പ്രതിഷേധത്തിലേക്ക് വീണ്ടും പോകുമെന്നുള്ളതാണ്. കാരണം ഇതുവരെ മണൽ നീക്കം ചെയ്യാൻ കഴിയുന്നില്ല. അത് മെയ് ആദ്യവാരമാകുന്നതോടുകൂടി തന്നെ വീണ്ടും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഈ പൊഴി അടിയാനും അവിടുത്തെ പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജിംഗ് ഇനിയും ആരംഭിക്കുന്നില്ലെങ്കിൽ, അത് ഒരു ട്രയൽ റൺ പോലും നടത്താൻ ഇനിയും സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മെയ് 15-നകം ഇത്രയും ക്യൂബിക് മീറ്റർ വരുന്ന മണൽ നീക്കുമെന്നുള്ള അധികൃതരുടെ വാഗ്ദാനം അത് പാലിക്കപ്പെടാൻ പോകുന്നില്ല. അത് സാധ്യമാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രഡ്ജിംഗ് ഇതുവരെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല.